അപ്പോൾ അത് ശരിയായൊരു സമീപനമല്ല. അത്തരം ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ തുടർന്നാൽ അതിനെതിരായിട്ടുള്ള വലിയ ചെറുത്തുനിൽപ്പ് ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൽ CPO പറയുന്നത് ധനരാജിനെ കൊലപ്പെടുത്തിയവർ തന്നെ പയ്യന്നൂരിൽ പ്രകടനം നടത്തുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നതാണ് CPM? അല്ല, ധൻരാജിന്റെ കൊലപാതകം, ആ കൊലപാതകത്തിന് പിന്നിലും CPMന്റെ ആളുകൾ തന്നെയാണോ എന്നുള്ള സംശയമാണല്ലോ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ധൻരാജുമായിട്ടുണ്ടായ പ്രശ്നം BJPക്കോ RSSനോ അല്ലായിരുന്നല്ലോ. ഈ പറയുന്ന ഏരിയ സെക്രട്ടറിക്ക് MLAക്ക് തന്നെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. കൊലപാതകം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി പിരിച്ച പണവും അടിച്ചു മാറ്റി എന്നുള്ളതാണ് CPM പറയുന്നത്. ഇത് BJPയോ RSSോ പറയുന്നതല്ല. CPMന്റെ നേതാവ് തന്നെ പറയുകയാണ്, കോടിക്കണക്കിന് രൂപ പിരിച്ചു, കള്ള റെസിപ്റ്റ് അടിച്ചും പിരിച്ചിരിക്കുന്നു, രക്തസാക്ഷി ഫണ്ട് മുക്കിയിരിക്കുന്നു. അപ്പം അതിന് അവർ തന്നെയാണ് അതിന് മറുപടി പറയുന്നത്. ഈ കണ്ണൂർ ജില്ലയിലെ സമാനമായ രീതിയിൽ BJP പ്രവർത്തകരെ പ്രതിയാക്കുന്നതിന് പോലീസ് ഒരു നീക്കം നടക്കുന്ന ആരോപണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങേ ഉൾപ്പെടെ 2017 കേസിൽ കോടതി വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ല, എന്നെ 7 വർഷം എന്നെ കോടതി കയറ്റിയിട്ടുണ്ട് അവർ. ഒരു കാര്യമില്ലാതെ ഞാൻ 2 DYSPമാരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് എൻ്റെ പേര് കള്ളക്കേസെടുത്ത് 7 വർഷം എന്നെ കോടതി കയറ്റിയതാണ്. കേരളത്തിൽ ഒരു മീഡിയയും കണ്ടിട്ടില്ല ഞാൻ ഭീഷണിപ്പെടുത്തുന്നത്. ഞാൻ പ്രസംഗിച്ച പൊതുയോഗങ്ങളിലെല്ലാം മാധ്യമങ്ങളുണ്ടായിരുന്നു. അപ്പം ഇല്ലാത്ത ആരോപണമാണ് അന്ന് 2 DYSPമാർ എനിക്കെതിരെ ഉണ്ടാക്കിയത്. അതുപോലെ നിരവധി കേസുകളാണ് പാർട്ടി പ്രവർത്തകർക്കെതിരെ കണ്ണൂർ ജില്ലയിലാകമാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെതിരെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുകയാണ്. അല്ല, ഈ വിഷയങ്ങളെല്ലാം പ്രതിപാദിക്കുന്നു. ശബരിമല മുതൽ പയ്യന്നൂർ വരെയുള്ള എല്ലാ വിഷയങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതിപാദിക്കും. ഈ സജി ചെറിയാന്റെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട അത് പലയിടങ്ങളിലും BJP ഒരു ശരിയാണ്, പ്രത്യേകിച്ച് കാസർഗോട്ടൊക്കെ അത്തരം സാഹചര്യങ്ങളുണ്ട് എന്ന തരത്തിലൊക്കെ പ്രതികരണം ഉണ്ടായിരുന്നു. അല്ല, എനിക്കറിയില്ല കാസർഗോഡ് അങ്ങനെ എന്തെങ്കിലും പ്രതികരണം ഉള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഈ മഞ്ചേശ്വരം താങ്കൾ നെഞ്ചിലാണെന്നാണ് മത്സരിക്കുന്നുണ്ടോ? എന്നോടിപ്പോൾ ഈ 2 മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതലയാണ് നൽകിയത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടേ ഉണ്ടാകും. ഇല്ല, പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ 2 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ജില്ലയെ സഹായിക്കാൻ വേണ്ടി മത്സരിക്കാൻ വേണ്ടി. ഈ 2 മണ്ഡലങ്ങൾ എങ്ങനെയാണ് BJP? അല്ല, ഈ 2 മണ്ഡലങ്ങൾ നിങ്ങൾക്ക് അറിയുന്നല്ലേ, 10-20 വർഷമായിട്ട് ഈ 2 മണ്ഡലങ്ങൾ 2ാം സ്ഥാനത്ത് വരികയും ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്യുന്ന മണ്ഡലമാണ്. അപ്പോൾ ആ 2 മണ്ഡലങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടല്ലോ. ഇപ്പോൾ LDF വലിയൊരു പ്രതീക്ഷ മഞ്ചേശ്വരം വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഷാനവാസ് കാസൂരിനെ ഇറക്കി ഒരു സ്വാതന്ത്ര്യം അതെല്ലാം വരട്ടെ, സമയമായിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥി BJPയുടെ ധാരാണെന്നോ പിന്നെ LDFന്റെ ധാരാണെന്നൊന്നും ആയിട്ടില്ല. ഇപ്പോഴേ നമ്മൾ എന്തിനാണ് പ്രവചിക്കുന്നത്? ആര് സ്ഥാനാർത്ഥിയായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ശരിയായ ഒരു നിലപാട് എടുക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി അങ്ങനെ പോകും. ബാക്കി ഇപ്പോൾ അപ്പുറത്താര് സ്ഥാനാർത്ഥിയാവുന്നു, അത്തരം സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും സമയമായിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുക, വിശദമായിട്ട് പറയാം. സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് ഈ 2 മണ്ഡലങ്ങളിലും ബാക്കി 3 മണ്ഡലങ്ങളിലും 5 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് അവരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരം കഴിഞ്ഞ തവണ 1000-ൽ താഴെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. സ്വാഭാവികമായും കേരളത്തിലെ തന്നെ BJP ഏറ്റവും പ്രതീക്ഷ അല്ല, അങ്ങനെയല്ലെന്ന് ധാരാളം മണ്ഡലങ്ങളുണ്ട്. പണ്ട് 1 മണ്ഡലം 2 മണ്ഡലം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തിൽ ധാരാളം വിജയസാധ്യതയുള്ള മണ്ഡലമുണ്ട്, ധാരാളം നേതാക്കളുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യമൊക്കെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിട്ട് ആലോചിച്ച് അവർ പറയും. എന്നോട് അല്ല, അതൊക്കെ വേറെ കാര്യം. ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ജില്ലയുടെയും മണ്ഡലത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഔദ്യോഗിക നേതൃത്വമാണ്. അവരാണ് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് അഭിപ്രായം പറയേണ്ടത്. എന്നോടിപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിലും ചർച്ച ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിരിക്കുന്ന ജോലി തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാപരമായിട്ടുള്ള മേൽനോട്ടം വഹിക്കാൻ വേണ്ടി. ഈ ചുമതലയാണെങ്കിലും ഈ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള അതൊക്കെ നിങ്ങളുടെ ഭാവനാ വിലാസങ്ങളല്ലേ. ഞാനിപ്പോൾ അതിനെന്താ മറുപടി പറയുന്നത്? ഇപ്പോൾ ഒരു തീരുമാനവും ആയിട്ടില്ല. ആവുമ്പോൾ നിങ്ങളെ അറിയിക്കും. ഞങ്ങൾ രഹസ്യമായിട്ട് ഒരു കാര്യം നടത്താറില്ല. സ്ഥാനാർത്ഥികൾ ആരായാലും
പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ്. അവരെ തീരുമാനിക്കുമ്പോൾ ആദ്യം ഞങ്ങൾ മാധ്യമങ്ങളാണ് സർപ്രൈസ് സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങളും ഉണ്ടാവും. ഉണ്ടാവും. നോക്കാൻ നിങ്ങൾ ഇത്രയല്ല കേസിലൊക്കെ ഇവിടെ വന്നതും ചുറ്റുമുള്ള പാർട്ടി പ്രവർത്തകർക്ക് നല്ല സന്തോഷവും ബോഡി അതൊക്കെ ലാംഗ്വേജ് നിങ്ങൾ ഇതൊക്കെ എത്രയോ കാലമായി. അതൊക്കെ വേറെ സ്ഥലത്ത് മതി. ഇവിടെ അങ്ങനത്തെ യാതൊരു കേട്ടോ. ശരി, താങ്ക് യു.